നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ ബി അശോക്. ബേസിക്കലി വെറ്റിനറി ഡോക്ടറാണ്. അതിലുപരിയായി ഡെറാഡൂണിൽ IAS അക്കാഡമിയിൽ ഇന്ത്യയിലെ IAS ജൂനിയർ ആയിട്ടുള്ള തുടക്കക്കാരായ IASകാർക്ക് ക്ലാസ് എടുക്കുകയും ഫാക്കൽറ്റി മോട്ടിവേഷൻ നടത്തുക ചുമതലയുണ്ടായിരുന്നു. കേരളത്തിൽ വിവിധ സീനിയർ പോസ്റ്റുകളിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഇന്ന് അതിഥിയായിട്ടുള്ളത്. സാറിനോട് 2-3 ചോദ്യം. താങ്കൾ ശരിക്കും ഒരു ബഹളക്കാരനാണോ? ബഹളക്കാരൻ എന്നത് ഉദ്ദേശിക്കുന്നത് കലഹക്കാരനാണോ? ഞാൻ കുറച്ചുകൂടി ചോദിച്ചാൽ താങ്കൾ കലഹം ഉണ്ടോ? താങ്കളുടെ എഴുത്തുകളിൽ, പറച്ചിലുകളിൽ, താങ്കളുടെ ഇന്റർവ്യൂകളിൽ കലഹമുണ്ടോ? എഴുതുമ്പോഴും പ്രകടിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ആശയങ്ങൾ പ്രകാശിപ്പിക്കുമ്പോഴും അതിന് ഞാൻ കൂടുതൽ ഊന്നുന്നത് അതിൻ്റെ സത്യസന്ധതയിലായിരിക്കും. ഇപ്പോൾ മിസ്റ്റർ സുഭാഷിന് രുചിക്കുമോ എന്നുള്ളതിൽ കൂടുതലായിരിക്കും ഞാൻ പറയുന്നത് എൻ്റെ സത്യസന്ധമായ അഭിപ്രായമാണോ എന്നുള്ള പരിഗണന. അതൊരു കലഹമായിട്ട് ധരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ കലഹമാണെന്ന് ധരിച്ചായിരിക്കാൻ അങ്ങനെ. പക്ഷേ നമ്മുടെ KSR അനുസരിച്ചും ഇന്ത്യൻ താങ്കൾ പ്രത്യേകിച്ച് സാറ് KSR ഒന്നും എനിക്ക് അല്ല, ഞാൻ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എംപ്ലോയീസ് അത് ബാധകമാണ്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് അനുസരിച്ച് നമ്മൾ സാധാരണ കണ്ടുവരുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് ശമ്പളം മേടിക്കുക, കൃത്യമായി ജോലി ചെയ്യുക, കറപ്ഷൻ ഒന്നുമില്ല, ആ രീതിയിലേക്ക് റിട്ടയറായി പോകുന്നതാണ്. പക്ഷേ സാറ് വളരെ സമൂഹത്തിന് ബാധിക്കുന്ന കാർഡിനലായിട്ട് പോയിന്റുകളിൽ സാർ ചിലർക്ക് കേസ് കൊടുക്കുന്നു, ചിലർക്ക് സാർ കൃത്യമായി എഴുതുന്നു. കൗമുദിയിലൊക്കെ ധാരാളം എഴുതുന്നു, സാറിൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നു, മുന്നോട്ടുള്ള സമൂഹത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ പലതും പങ്കുവെക്കാറുണ്ട്. ഭാവി കേരളം എങ്ങനെയാകണം, എന്താണ് ലക്ഷ്യം? അങ്ങനെ ആ എഴുതുന്നത് കൊണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടോ എവിടെയെങ്കിലും എത്തിപ്പെടാമെന്നോ എന്തെങ്കിലും ഒരു കരിയർ ടാഗ് അതിനകത്ത് ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു 3rd ഇയറിൽ തന്നെ അന്നത്തെ പ്രധാന വാരികയായിരുന്ന മാതൃഭൂമി എൻ്റെ ആർട്ടിക്കിൾ കവർ ആർട്ടിക്കിളായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഫോർ എ അൺനോൺ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ് ദാറ്റ് വാസ് ഇമ്പോർട്ടൻറ്റ്. ഞാനിപ്പോഴും ഓർക്കുന്നു സർവകലാശാലകളെ എങ്ങനെ മെച്ചപ്പെടുത്താമെന്നായിരുന്നു ആ ആർട്ടിക്കിളിൻ്റെ ടൈറ്റിൽ. അപ്പോൾ ഞാനിപ്പോൾ എഴുതാൻ തുടങ്ങിയതല്ല. ഞാനിപ്പോൾ എന്ന് പറയുമ്പോൾ എത്രയാണ് ഞാൻ പറയുന്നത് 20 വയസ്സുള്ളപ്പോഴുള്ള സമയമാണ്. 20 വയസ്സിൽ മാതൃഭൂമിയുടെ കവർ ആർട്ടിക്കിൾ അവർ പിക്ക് ചെയ്ത് റാൻഡമായിട്ട്, പരിചയപ്പെടുത്താൻ ആരുമില്ലാതെ റാൻഡമായിട്ട് അയച്ചു കിട്ടുന്ന ലേഖനങ്ങളിൽ നിന്ന് എടുത്ത് കവർ ആർട്ടിക്കിൾ അടിക്കുക എന്ന് പറയുന്നത് അത്ര സാധാരണമല്ല. അപ്പോൾ അന്നോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ തന്നെ. അന്ന് ഒരു രസം കൂടെ ഞാൻ പറയാം. അന്ന് ആ ആർട്ടിക്കിൾ, അന്ന് വിദ്യാർത്ഥി സംഘടനയിൽ SFIയിലൊക്കെ വളരെ സജീവമാണ്, സെനറ്റ് മെമ്പറായിരുന്നു. പിന്നെ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള അന്ന് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയിൽ വളരെ സജീവമായിരുന്നു. അന്ന് ആ ആർട്ടിക്കിൾ കണ്ടുകൊണ്ട് അന്ന് രാവിലെ തന്നെ എന്നെ തപ്പിപ്പിടിച്ച് എന്നെ കോണ്ടാക്ട് ചെയ്തത് ഇപ്പോഴത്തെ ഇലക്ഷനിൽ കാൻഡിഡേറ്റായ ശ്രീ CP ജോണാണ്. CP ജോൺ അന്ന് 93 എന്നൊക്കെ പറയുമ്പോൾ അന്ന് CMBയിൽ പോയില്ലോ എന്ന് എനിക്ക് ആ സമയമാണ്, എനിക്കറിയില്ല. അപ്പോൾ അന്ന് ഈ ആർട്ടിക്കിൾ വളരെ ഇൻസൈറ്റ്ഫുൾ ആണെന്നൊക്കെ പറഞ്ഞ് അന്ന് CP ജോണുമായിട്ട് പരിചയപ്പെട്ടത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് അന്ന് 93-94 ഞാൻ എഴുതിയൊരു ആർട്ടിക്കിളിനെ കുറിച്ച്. അപ്പോൾ ഇത് പുതിയ കാര്യമല്ല, ഞാൻ തുടർച്ചയായിട്ട് എഴുതിക്കൊണ്ടേയിരിക്കുന്നു. എല്ലാ ദിവസവും എഴുതും. എന്തെങ്കിലും 2 പേജ് എഴുതാത്ത ഒരു ദിവസവും ഇല്ല. അപ്പം അതിൽ ചിലത് പബ്ലിഷ് ചെയ്യും, ചില എഡിറ്റേഴ്സിന് താല്പര്യം വരും, ചിലത് കോൺട്രവേഴ്സിലാവും, ചിലത് ശ്രദ്ധിക്കപ്പെടാതെ പോകും, അത്രേ ഉള്ളൂ. SFIയിൽ തുടങ്ങി ഇപ്പോൾ രാഷ്ട്രീയമുണ്ടോ? എല്ലാവരും രാഷ്ട്രീയത്തിലാണല്ലോ. അങ്ങനല്ല, ഇപ്പോൾ ഒരു പക്ഷപാത രാഷ്ട്രീയമുണ്ടോ? ഏതെങ്കിലും പാർട്ടിയോടോ ഇല്ല. ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനോടും ആശയപരമായിട്ടോ വ്യക്തിപരമായിട്ടോ ഒരു സബ്സർവിയൻസ് പാലിക്കാതിരിക്കാൻ ശ്രമിക്കും. കേരളത്തിൽ ഒരുപാട് ആളുകൾ IAS IPS ഒക്കെ കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിലേക്ക് പോകാറുണ്ട്. ഭാവിയിലെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം? അതിപ്പോൾ പറയാനൊക്കില്ല. ഭാവിയെ കുറിച്ചെല്ലാം ഇപ്പോഴേ നമുക്ക് കാണാനൊന്നും സാധിക്കില്ല. പക്ഷെ ഞാൻ കഴിവതും എൻ്റെ ഒരു രീതിയും എൻ്റെ ഒരു സ്വഭാവത്തിനും നല്ലത് ഒരു സംഘടനയിൽ അംഗമായി സംഘടനയുടെ നയം അനുസരിച്ച് അങ്ങനെ പോകുന്ന ഒരു രീതി എനിക്ക് നന്നാവില്ലെന്നാണ് എൻ്റെ ഒരു ധാരണ, ഒരു ബോധ്യം. എൻ്റെ ബോധ്യം. ഞാൻ IAS അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ സംഘടനയാണല്ലോ. അതിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുകയോ അതിൻ്റെ പ്രസിഡൻ്റായിട്ടിരിക്കുകയോ ഒക്കെ ചെയ്തതാണ്. പക്ഷേ 2 ടേം കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു എന്നെ ഒന്ന് ഒഴിവാക്കണം. കാരണം അതിൻ്റെ ഒരു മെനക്കേട്, ആ ചട്ടക്കൂടിൻ്റെ ഒരു ബുദ്ധിമുട്ട്, എല്ലാവരിലും കോൺസെൻസസ് ബിൽഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, എഴുത്തുകൂത്ത് നടത്താനുള്ള ബുദ്ധിമുട്ട്, ഇതൊന്നും എനിക്കതത്ര പറ്റിയതല്ല. എനിക്ക് വളരെ ഫ്രീ ആയിട്ട് ചിന്തിക്കാനും എഴുതാനും ഇരിക്കാനും സ്വന്തമായിട്ടിരിക്കാൻ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു അബ്സ്ട്രാക്ഷനിൽ ഇരിക്കാൻ താല്പര്യമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയ സംഘടനയിൽ കയറി ഇപ്പോൾ ഈ കാണുന്ന മാതിരി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടല്ലോ, പ്രത്യേക രീതിയിൽ പെരുമാറുക, പ്രത്യേക രീതിയിൽ പ്രത്യേക രീതിയിൽ അടങ്ങി അച്ചടക്കം പുലർത്തുക, പ്രത്യേക രീതിയിൽ മുദ്രാവാക്യം വിളിക്കുക, കിട്ടുന്ന കുറിപ്പ് അനുസരിച്ചിട്ട് സംസാരിക്കുക, അതൊന്നും പ്രായോഗികമല്ല. അത് എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യം. ഇടതുപക്ഷ തീവ്രവാദം ഉണ്ടായിരുന്നു അതോ അങ്ങനെ ഉണ്ടല്ലോ, ഇടതുപക്ഷത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു തീവ്രവാദ വയലന്റ് സംഘടനകളിലൊന്നും എനിക്കൊരു താല്പര്യം. ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സാറിന്റെ എഴുത്തുകളിൽ കാണുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കേരള ശബ്ദത്തിൽ കൊടുത്ത ലേഖനത്തിലും പറയുന്നു, വികസനമാണോ സ്വാതന്ത്ര്യമാണോ ജനാധിപത്യമാണോ പരീക്ഷിക്കപ്പെടേണ്ടെന്നൊരു ചോദ്യം അങ്ങ് വരികൾക്കിടയിലൂടെ പറയുന്നുണ്ട്. ഒരു രാജ്യത്തിന്, ഒരു സമൂഹത്തിന് വികസനം കൊടുക്കണമാണോ ഏറ്റവും, കാരണം വികസനമാണെന്ന് പറഞ്ഞ് സർ CP ഒക്കെ നമുക്ക് അംഗീകരിക്കേണ്ടി വരും. കാരണം അദ്ദേഹം ഒരുപാട് മുല്ലപ്പെരിയാർ പോലെയുള്ള ഒരുപാട് വിഷയങ്ങൾ സ്റ്റേറ്റിന് അനുകൂലമായി നിന്നിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ അവസാനം അദ്ദേഹത്തിൻ്റെ അവസാന കാലം വളരെ ബുദ്ധിമുട്ടിലാണ്, മൂക്ക് മുറിച്ചു എന്നൊക്കെയാണ് പറയുന്നത്, അതിൻ്റെ ശരി തെറ്റുകൾക്കപ്പുറം. അപ്പോൾ വികസനവും കവിളിനാണ് വെട്ടിയത്. സാർ അതുപോലെ തന്നെ ജർമ്മൻ കവിയുടെ ഒരു ഫോട്ടോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഭയമാണ് എനിക്കെന്നൊക്കെ പറയുന്നത്. ശരിക്കും ഈ അത് ഞാൻ ഒരു സിറ്റിസൺ ചോദിക്കുകയാണ്, ഈ തെരഞ്ഞെടുപ്പിനെ നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന വിഷയങ്ങൾ എന്താണ്? അല്ല, ഞാൻ വിചാരിക്കുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ മാതിരി, പറയാൻ ശ്രമിച്ച മാതിരി, എല്ലാ തിരഞ്ഞെടുപ്പിലും ചർച്ച സ്വാതന്ത്ര്യം എന്നുള്ള ഒറ്റ കാര്യത്തെക്കുറിച്ചാണ്. കാരണം നമ്മൾ ചരിത്രപരമായിട്ട് നോക്കിയാൽ 47-ൽ 300 കൊല്ലത്തെ അടിമത്തത്തിന് ശേഷം ബാറ്റിൽ ഓഫ് പ്ലാസി തൊട്ട് ഇങ്ങോട്ട് എടുത്താൽ 300 കൊല്ലം കഴിഞ്ഞപ്പോൾ ടെക്നിക്കലി പൊളിറ്റിക്കൽ സ്വാതന്ത്ര്യം കിട്ടി, ഡോമിനൻറ്റ് പവർ പോയി. അവിടുന്ന് 47 തൊട്ട് 50 വരെ 2 കൊല്ലം 2.5 കൊല്ലം പരിശ്രമിച്ച് ഭരണഘടന ഉണ്ടാക്കി. 105-106 തവണ അത് ചിലപ്പോൾ കൂടുതൽ അമെൻഡ് ചെയ്തെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രന്ഥത്തിൻ്റെ പുറത്താണ് എല്ലാ ഇന്ത്യക്കാരും പറ്റിപ്പിടിച്ചിരിക്കുന്നത്. അതാണ് അവരുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ അത് 75 വർഷമായി, 76ാമത്തെ വർഷമാണ് അങ്ങനെ നോക്കും. ഈ 76 വർഷം 5 കൊല്ലം കൂടുമ്പോൾ എല്ലാ സ്റ്റേറ്റിലും മോറോർലെസ് വല്ല അടിയന്തരാവസ്ഥയിലൊക്കെ ചെറിയ വ്യത്യാസം വന്നതല്ലാതെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഇപ്പോൾ ഇനി 16ാമത്തെ നിയമസഭയല്ലേ വരാൻ പോകുന്നത്. 16ാമത്തെ കറക്റ്റാണ്, നമ്മൾ ഈ പറഞ്ഞ 16 നിയമസഭകൾ വിളിച്ചു കൂട്ടി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ മീഡിയയിലെല്ലാം നടക്കുന്ന ചർച്ചകളിലെല്ലാം നടക്കുന്നത്, ഈ ഫ്രണ്ട് വന്നാൽ ഇന്നത് കിട്ടും, ആ സ്ഥാനാർത്ഥി കൂടുതൽ ചിരിക്കും, ഈ സ്ഥാനാർത്ഥിക്ക് വികസനവും ക്ഷേമവുമാണ് കൂടുതൽ, അങ്ങനെ ഒരു റെഡ്യൂസ്ഡ് ആയിട്ടാണ് കാണുന്നത്. ഞാൻ ഇച്ചിരി ഒന്ന് പടർത്തി ചിന്തിക്കുകയാണ്, ഇത് ഇലക്ഷൻ എങ്ങോട്ടാണ് നടക്കുന്നത്? പ്രാഥമികമായിട്ട് ശരിക്കും 20 പേരുള്ള മന്ത്രിസഭ ഫോം ചെയ്യാനാണോ ഈ ഇലക്ഷൻ നടക്കുന്നത്? അല്ല, 140 പേരുള്ള ഒരു നിയമസഭ ഫോം ചെയ്യാനാണ്. അപ്പോൾ ആ സ്ഥലത്തേക്ക് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് കൺസിഡറേഷൻ എന്താണ്? നിയമങ്ങൾ നിർമ്മിക്കുന്ന 140 പേരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ ചർച്ച ചെയ്ത് റിഡക്ഷനിസ്റ്റ് ആക്കിയിട്ട് ആരാ മുഖ്യമന്ത്രി, ഇവർ വന്ന ആരാ മുഖ്യമന്ത്രി, അവർ വന്ന ആരാ ആഭ്യന്തരമന്ത്രി, അയാളെ എങ്ങനെ വിട്ടും, ഇയാളെ എങ്ങനെ വിട്ടും, ഇങ്ങനെ ഒരു ഈ ചതുരംഗത്തിന്റെ കരുക്കളിലേക്ക് വന്നിരിക്കുന്നത്. എന്തിനാ ഈ ചതുരംഗങ്ങൾ? സിംഗിൾ മാൻ സെന്റേഡ് അല്ല, അത് അബ്സേർഡാണെന്നാണ് ഞാൻ പറയുന്നത്. ഈ ചർച്ചകളിലൊന്നും ഒരു കഥയുമില്ല. ഇൻ ദാറ്റ് സെൻസ് ഞാൻ പറയുന്നത്, ആ 140 നിയമനിർമ്മാതാക്കൾ അടുത്ത 5 കൊല്ലം നിയമങ്ങൾ നിർമ്മിക്കും. ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ടുള്ള കാര്യം പറയാം. ഇന്ത്യയിലെല്ലാം കൂടെ ഇപ്പോൾ 20,000 നിയമങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ കൂടാതെ 20,000 ആക്ട്സ്. ഇതിൽ എനിക്കിഷ്ടപ്പെട്ടത്, എനിക്ക് തോന്നുന്നു ഫസ്റ്റ് മോദി ഗവൺമെൻറ്റിൽ ഒരു ലോ കമ്മീഷൻ ഉണ്ടായിരുന്നു. അവരുടെ ടാസ്ക് ഒന്ന് മാത്രമായിരുന്നു, ഒബ്സലീറ്റ് ആയിട്ടുള്ള എല്ലാ നിയമങ്ങളും ഐഡൻറ്റിഫൈ ചെയ്ത് റിപ്പീൽ ചെയ്യുക. 300ഓളം നിയമങ്ങൾ റിപ്പീൽ ചെയ്തു. പലർക്കും അറിയത്തില്ല ഇത് നടക്കുന്ന വർക്ക്. എനിക്കറിയാവുന്ന ഒരു സീനിയർ IAS ഓഫീസർ അതിലെ മെമ്പറായിരുന്നു. അപ്പോൾ അതിൻ്റെ ടാസ്ക് എന്ന് പറയുന്നത്, നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ 1870 ഫോം ചെയ്ത നിയമങ്ങൾ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് കേസ് കൊടുക്കാം. അവർ 300 പുറന്തള്ളി. അപ്പോൾ എൻ്റെ പ്രശ്നം ഇതുള്ളൂ. നിങ്ങൾ ചോദിച്ചല്ലോ, എൻ്റെ ഫസ്റ്റ് കൺസിഡറേഷൻ ഞാൻ പറയാം, ഈ 140 പേര് തിരഞ്ഞെടുക്കപ്പെട്ട് പോകുന്നവർ എൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒരു നിയമവും കൊണ്ടുവരാൻ പാടില്ല. ഇതായിരിക്കണം എൻ്റെ ഫസ്റ്റ് കൺസിഡറേഷൻ. ജനാധിപത്യത്തെ ഹനിക്കുന്നതും പാടില്ല. എൻ്റെ ഒരു അവകാശത്തെയും കവർന്നെടുക്കുന്ന നിയമം പാടില്ല. ഒരു സിമ്പിളായിട്ട് പിന്നെ നോട്ടീസ് കൂടാതെ തന്നെ അറസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ക്രിമിനൽ പ്രൊസീജിയർ കൊണ്ടുവരാൻ അമെൻമെൻറ്റ് കൊണ്ടുവരാമല്ലോ. ഇപ്പോൾ അറസ്റ്റ് ചെയ്യാനുള്ള പ്രൊസീജിയർ ഇത്രാമത്തെ വകുപ്പിലാണെങ്കിൽ നോട്ടീസ് വേണ്ട, ഇന്ന സാഹചര്യങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഇയാളെ അല്ലെങ്കിൽ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം, ഇങ്ങനെ ഒരു നിയമം ചേർക്കാമല്ലോ. ഇല്ലെങ്കിൽ പോലീസ് ആക്ടിൻ്റെ ഒരു സെക്ഷൻ ഭേദഗതി ചെയ്തിട്ട് ഡിഫമേഷന് കംപ്ലൈൻറ്റ് വേണ്ട, B ഡിഫെയിം ചെയ്ത് കഴിഞ്ഞാൽ Cക്ക് നടപടിയെടുക്കാം. ഇങ്ങനെ വന്നല്ലോ, 119 മറ്റോ ഒരു അമെൻമെൻറ്റ് വന്നില്ലേ. ഇങ്ങനെയുള്ളത് അത് ഓർഡിനൻസ് ആയിരുന്നു എനിക്ക് തോന്നുന്നു. പക്ഷെ അത് പിന്നീട് സമ്മർദ്ദം കൊണ്ട് റിപ്പീൽ ചെയ്തു പോയി. ഫ്രീ സ്പീച്ച്, അതായത് ഫണ്ടമെൻ്റലായിട്ട് ഞാൻ പറയുന്നത് വെച്ചാൽ, മൗലിക അവകാശങ്ങൾ തടയുന്നതായ ഒരു നിയമവും ഈ തിരഞ്ഞെടുത്ത് പോകുന്ന ആൾ ചെയ്യരുത്. അയാൾ കൊണ്ടുവരുന്ന എല്ലാ നിയമവും എൻ്റെ സ്വാതന്ത്ര്യങ്ങളെ വിപുലീകരിക്കണം. ഈ സ്വാതന്ത്ര്യങ്ങളിൽ ഒന്ന് മാത്രമാണ് നിങ്ങൾ ഈ പറയുന്ന വികസനം. അതായത് ഏത് വികസനം വേണേ എടുത്തോ, കുടിവെള്ളം കൊണ്ടുവരുന്നു, ആർട്ടിക്കിൾ 21 ആണ്. തൊഴിലിൽ സംവരണം കൊണ്ടുവരുന്നു, തൊഴിലിൽ എനിക്ക് ദുർബല വിഭാഗങ്ങൾക്ക് സംവരണം കൊടുക്കുന്നു, 15 16 ഏതാന്ന് വെച്ചാൽ അതാണ്. ഇക്വാളിറ്റി ഓപ്പർച്യൂണിറ്റി 14ആണ്. അപ്പോൾ നിങ്ങൾ കൊണ്ടുവരുന്ന ഈ വികസന പ്രവർത്തനം എന്താണ്? പാലം എന്ന് പറയുന്നത്, തോടെന്ന് പാലം എന്ന് പറയുന്നു, കുളമെന്ന് പറയുന്നു, വാട്ടർ സപ്ലൈ എന്ന് പറയുന്നു, വിമാനത്താവളം എന്ന് പറയുന്നു, ഇതെല്ലാം
എന്താണ് നിങ്ങളുടെ സ്വാതന്ത്ര്യങ്ങൾ വിപുലീകരിക്കാനാണ്. വിമാനത്താവളം പോലും നിങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട തൊഴിൽ നേടാനും ഉല്ലാസത്തിനായിട്ടും വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാനല്ലേ വിമാനത്താവളം അക്വയർ ചെയ്യുന്നു. പിന്നെ ഇതിനകത്തൊരു ഫെയർ ബാലൻസ് ഉണ്ട്. അപ്പം നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരവായി. അതായത് ഈ മൗലിക സ്വാതന്ത്ര്യങ്ങളുടെ ബാലൻസ് നഷ്ടപ്പെടാതെ വികസനത്തിന് അത്ര റോളേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പോൾ അതുകൊണ്ട് അപ്പം അതിൻ്റെ ചോയ്സിനൊക്കെ ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ട്. ഇപ്പം ഹൈ സ്പീഡ് റെയിൽ വേണോ, ഒരു വിമാനത്താവളം വേണോ, അതോ എനിക്ക് KSRTCയുടെ ബസ്സുകൾ നന്നാക്കണോ? അവിടെയാണ് പോളിറ്റിക്സ് പ്ലേ ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സാധാരണക്കാരെ ഓറിയൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗവൺമെൻറ്, ഞാനിപ്പോൾ ഒരു ചോയ്സ് തരാം, ഒരു അക്കാഡമിക് ചോയ്സ് തരാം. സാധാരണക്കാരനായിട്ട് കേരളത്തിൽ ജീവിക്കുന്ന, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സെയിൽസ്മാൻ, അല്ലെങ്കിൽ ഒരു 30,000 രൂപ ശമ്പളമുള്ള ഒരു നഴ്സ്, സർക്കാർ ജീവനക്കാരെ വിട്ടേക്കും, ഒരു പോലീസുകാരൻ, ഒരു പോലീസ്മാൻ, ട്രാഫിക് കോൺസ്റ്റബിൾ, ഇങ്ങനെയുള്ള അങ്ങനെയുള്ളവരാണല്ലോ കൂടുതലും. സർക്കാർ ജീവനക്കാരുടെ പിരമിഡ് എടുത്തു കഴിഞ്ഞാൽ 100 IAS-കാരാണ്. ക്ലാസ് 4 ജീവനക്കാർ എത്രയാണ്? ലക്ഷം വരും. അല്ലെ, ക്ലാസ് 3 എടുത്തു കഴിഞ്ഞാൽ 10,000, അത് ലക്ഷം വരും അല്ലേ? അപ്പൊ ഞാൻ നോക്കുമ്പോൾ എൻ്റെ എന്ത് നയവും പണ്ട് ഗാന്ധിജി പറഞ്ഞതുപോലെ ടാലിസ്മാൻ, ഞാൻ ഈ നയം നടപ്പിലാക്കുമ്പം താഴേക്കിടെ നിൽക്കുന്ന ആളിനെ ഇത് എങ്ങനെ. അപ്പം ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന ഒരു അന്താരാഷ്ട്ര വിമാനത്താവളമായിരിക്കണോ എൻ്റെ പ്രയോറിറ്റി, അതോ കേരളത്തിൽ എല്ലായിടത്തും സബ്സിഡൈസ്ഡ് ക്ലീൻ ട്രാൻസ്പോർട്ട് കൊടുക്കലായിരിക്കണോ എൻ്റെ പ്രയോറിറ്റി? ഞാൻ പറയാണ്. അപ്പം നമ്മൾ ഈ ലെൻസിൽ കൂടെ നോക്കി കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വരും. എൻ്റെ നയവും നടപടിയും ആരുടെ സ്വാതന്ത്ര്യം കൂട്ടും? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു ദിവസം കൊച്ചി മെട്രോ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ, കൊച്ചി മെട്രോ മോശം പ്രോജക്റ്റ് അല്ല, ഒരു ദിവസം കൊച്ചി മെട്രോ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നിരവധി കോടി സബ്സിഡി കൊടുത്തെങ്കിലേ പറ്റൂ. അതേസമയം കേരളത്തിൽ 30,000 ഫീഡർ ബസ്സുകൾ ആവശ്യമുണ്ട്. ഈ ഫീഡർ ബസ്സിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ 10,000 ഉള്ളൂ. അതുകൊണ്ടാണ് കേരളത്തിലെ എല്ലാ ട്രാഫിക് പോയിന്റ്സിലും ഇത്രയധികം വാഹനങ്ങൾ, പ്രൈവറ്റ് വാഹനങ്ങളുടെ പർദീസയാണ്. 2 കോടിയും കണ്ടായി. അത് പൊല്യൂഷൻ ഉണ്ടാക്കുകയാണ്. ഈ പൊല്യൂഷൻ മാത്രമല്ല, ഇപ്പൊ ഓയിൽ സ്റ്റോക്ക് വന്നു കഴിയുമ്പോൾ ട്രാൻസ്പോർട്ട് ഹിറ്റായി, പബ്ലിക് ട്രാൻസ്പോർട്ട് ദുർബലമാണ്. ആക്സിഡന്റുകൾ എല്ലാം ഉണ്ടല്ലോ. 4,000 പേര് ആക്സിഡന്റിൽ മരിക്കുകയാണ് ഒരു വർഷം. അപ്പൊ ഇതിന്റെ കോസ്റ്റ് എത്രയാണ്? ഇത്രയും പ്രൈവറ്റ് വാഹനങ്ങൾ ഓടുന്നതിന്റെ കോസ്റ്റ് എത്രയാണ്? നിങ്ങൾക്ക് ഇവിടുന്ന് കോഴിക്കോട് വരെ പോകണമെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ മനസ്സിലാവും. ഇപ്പം ഗവൺമെന്റിൽ നിന്ന് റിട്ടയർ ചെയ്ത മിസ്റ്റർ സുഭാഷിനെ പോലെയുള്ള ഒരാൾ, യു മേ പ്രിഫർ, എനിക്കിങ്ങനെ പോകുന്നത് എനിക്കറിയില്ല, ട്രെയിൻ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് കാർ എടുത്ത് പോകും. എത്ര പൊല്യൂട്ടിംഗ് ആണ്, എത്ര റിസ്കിയാണ്. ഇതിന്റെ സ്ഥാനത്ത് ചീപ്പ്, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള, സുഖമായിട്ട് സഞ്ചരിക്കാവുന്ന ഒരു കോംപ്രിഹെൻസീവ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിനല്ലേ എൻ്റെ പ്രയോറിറ്റി വേണ്ടത്. പക്ഷേ ഡു യു സീ ദാറ്റ് എൻ്റെ റിസോഴ്സസ് ഞാൻ അവിടെയാണോ കൂടുതൽ കൊടുക്കുന്നത്? ഞാൻ അവിടെ പിന്നെ ഒരു അഡീഷണൽ എയർപോർട്ടിനാണോ ഞാൻ കൂടുതൽ കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ലെൻസ് ഞാൻ പറയുന്നത് വെച്ചാൽ, ആ ലെൻസ് ഓഫ് പോളിറ്റിക്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ആർക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളത് തീരുമാനിക്കുന്ന ആ ലെൻസാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? പ്രയോറിറ്റി സ്ലിപ്പ് ചെയ്തു പോകും. ഈ പറഞ്ഞ അടിസ്ഥാന വർഗത്തിന് അല്ലെങ്കിൽ അടിസ്ഥാന യൂസറിന് പബ്ലിക് സർവീസസ് മെച്ചപ്പെടുത്താൻ താല്പര്യപ്പെടുന്ന ഒരു ഭരണകർത്താവ് എപ്പോഴും എന്ത് ചെയ്യും? ഈ ഭാഗത്തോട്ട് പ്രയോറിറ്റൈസ് ചെയ്യുക. അതാണ് ലെഫ്റ്റ് ഓഫ് ദ സെൻറ്റർ പോളിറ്റിക്സ് എന്ന് പറയുന്നത്. മാസസിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം മെച്ചപ്പെടുത്തുക, ന്യൂട്രീഷൻ മെച്ചപ്പെടുത്തുക, ആശുപത്രികൾ മെച്ചപ്പെടുത്തുക. അപ്പം അവിടെ ദാറ്റ് ഈസ് ദ റോൾ ഓഫ് പോളിറ്റിക്സ്. ഇപ്പോൾ ഒരു ആൻസർ ആയോ? അപ്പോഴും ഒരു ചെറിയ സംശയമുണ്ട്. ആൻസറിനകത്തൊരു സംശയം വേറെ സംശയം വരട്ടെ. ജനങ്ങൾക്ക് ഇപ്പൊ നമ്മള് ലാട്രിൻ ഇല്ലാത്തൊരു സമൂഹം എടുക്കുക, ഒരു കൊച്ചു കമ്മ്യൂണിറ്റി ഉണ്ട്, ലാട്രിൻ ഇല്ല. നമ്മൾ അവരോട് പണം കൊടുത്തിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഈ പണം ലാട്രിൻ ഉപയോഗിക്കാം, മറ്റെന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ചെയ്തോളൂ എന്ന് ഒരു ഓപ്ഷൻ കൊടുത്താൽ സ്വാഭാവികമായിട്ട് ആളുകൾ TV മേടിക്കുക, മറ്റു കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. പോസിബിളാണ്. ഇപ്പം ഞാൻ പറയുന്ന ഒരു ഡെവലപ്മെന്റൽ സിനോറിയോ സാർ പറയുമ്പോൾ, ഈ KSRTC പോലുള്ളതിനെ വികസിപ്പിക്കണമെന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് അന്താരാഷ്ട്ര ബന്ധങ്ങളും മറ്റു കാര്യങ്ങളും, പബ്ലിക് ട്രാൻസ്പോർട്ട്, അതുപോലെ തന്നെ നമുക്ക് വിമാനത്താവളങ്ങളും മറ്റതും വരുന്നതാണ്. അതും കൂടെ ഒന്ന് ബാലൻസ് ചെയ്ത് പോകണ്ടേ? ഞാൻ വേണ്ടെന്നല്ല പറഞ്ഞത്, വിമാനത്താവളം വേണ്ട അല്ല, അങ്ങനല്ല ഉദ്ദേശിച്ചത്. ഇതിന്റെ ഒരു ബാലൻസിങ് എവിടെ വിമാനത്താവളം വരുന്നതിനെ എതിർത്തിട്ടല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ദാറ്റ് എവറി ഗെയിം ഹാസ് 2 തിങ്സ്, ഒബ്ജക്റ്റീവ്സും ഉണ്ട്, റിസോഴ്സസും ഉണ്ട്. കേരള ഗവൺമെന്റിന്റെ കളി എന്ന് പറയുന്നത് 2 ലക്ഷം കോടി രൂപ എങ്ങനെ ചെലവഴിക്കുന്നുള്ളൊരു കളിയാണ്. അതിൽ ഏതാണ്ട് 1,60,000 കോടി രൂപ ഗവൺമെന്റിന്റെ അപ്കീപ്പിന് തന്നെ വേണം. ഈ 1,60,000 കോടി രൂപ മീനിങ് സാലറീസ്, ഇൻട്രസ്റ്റ് ആൻഡ് പെൻഷൻസ്, 1,60,000 നമ്മൾ ചെലവഴിക്കുന്നത് ഏതാണ്ട് നിങ്ങൾ പറഞ്ഞ നേരത്തെ സംസാരിച്ച DA 50,000 കോടിയെങ്കിലും കൊടുക്കാൻ കാണും. അത് കൊടുക്കാതിരിക്കുമ്പോഴാണ് ഈ 1,60,000 വേണ്ടത്. അപ്പോൾ മിച്ചം 40,000 കോടിയേ ഉള്ളൂ. ഈ 40,000 കോടി എന്ന് പറയുന്നതാണ് നമ്മുടെ പ്ലാൻഡ് എക്സ്പെൻഡിച്ചർ, റൈറ്റ്?
ഇതിൽ വരുന്ന എന്ത് ഷോക്ക്, ഇപ്പോൾ ഇന്ന് രാവിലെ പത്രത്തിൽ വായിച്ചു ഈ ഓയിലിൻ്റെ പിന്നെ എക്സൈസ് ഡ്യൂട്ടി കുറച്ചതുകൊണ്ട് സ്റ്റേറ്റ് വാറ്റ് അതിൻ്റെ ശതമാനമായിട്ട് ചാർജ് ചെയ്യുന്നതുകൊണ്ട് 2000 കോടിയും കൂടെ കേരളത്തിന് നഷ്ടം വരുമെന്ന്. ഈ 2000 കോടി പോയി കഴിയുമ്പോൾ ഇത് എവിടെയെങ്കിലും കയറി ഹിറ്റ് ചെയ്താൽ എന്തായിരിക്കും നഷ്ടപ്പെടുന്നത്? അതെന്തിനാ ഇപ്പം മോദി ഒന്ന് അനുവദിച്ചാൽ നമ്മൾ കൂടുതൽ കടമെടുത്തൂടെ നമുക്ക്? അല്ല, ദാറ്റ് ഇസ് എ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ. അനുവദിച്ചാൽ എന്നുള്ളത് ഹൈപ്പോത്തറ്റിക്കാണ്. അനുവദിച്ചില്ലെങ്കിൽ സോ യു ആർ ലെഫ്റ്റ് വിത്ത് -2000. അപ്പം ഞാൻ പറഞ്ഞാൽ 2000 നഷ്ടപ്പെട്ട് കഴിയും, ബോറോയിങ് ആയാലും ടാക്സ് ആയാലും അത് എവിടെയെങ്കിലും ഹിറ്റ് ചെയ്യുമല്ലോ. എന്തെങ്കിലും ഒരു സാധനം വേണ്ടെന്ന് തോന്നും. അത് ചിലപ്പോൾ മെഡിക്കൽ കോളേജിലെ എക്യുപ്മെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലെ എക്യുപ്മെന്റിന്റെ സർവീസിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ KSRTC ബസിന്റെ റീഫിറ്റിംഗ് ആൻഡ് കണ്ടീഷനിങ് അല്ലെങ്കിൽ സ്കൂളായിരിക്കും. സംതിങ് വിൽ ബി ലോസ്റ്റ് ഔട്ട് ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണല്ലോ ഈ ബജറ്റ് കട്ട്. ഗവൺമെന്റ് വർക്ക് ചെയ്തുകൊണ്ട് അറിയാമല്ലോ, ബജറ്റ് കട്ട് വരുമ്പം മാർച്ച് മാസം ആകുമ്പോഴേക്കും പല വകുപ്പുകൾക്കും പൈസ കൊടുക്കാൻ കഴിയാതെ വരും. യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ചിലപ്പോൾ 10,000 കോടി 20,000 കോടിയൊക്കെ ബജറ്റിൽ നിന്ന് ഉപേക്ഷിച്ച വർഷങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും എസെൻഷ്യലേക്ക് പിന്നെ ഇൻവെസ്റ്റ്മെന്റ്സ്, എസെൻഷ്യൽ മെയിൻ്റനൻസ്, അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പോലും ഡെഫർ ചെയ്ത് പോകും. അപ്പോൾ ഞാൻ പറയുന്നത് അവിടെയാണ് പ്രയോറിറ്റൈസേഷൻ ഏറ്റവും പ്രധാനം. ആ പ്രയോറിറ്റി തീരുമാനിക്കലാണ് MLA-മാരുടെയും ഇവരുടെയും നിയമസഭയുടെയൊക്കെ ജോലി. ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഈ പ്രയോറിറ്റൈസേഷൻ ഫിക്സ് ചെയ്യലും അഡ്മിനിസ്ട്രേറ്റീവ് അപ്രൂവൽ കൊടുക്കലും മാത്രമല്ലേ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു MLA-ക്ക് ഒരു പാലം പണിയാൻ പറ്റും? അത് പറ്റത്തില്ല. അൺലെസ് ഹി ഈസ് ഹിംസെൽഫ് എ സിവിൽ എഞ്ചിനീയർ ഓർ ആർക്കിടെക്ട് ഓർ എ വിഷനറി ഓർ സംതിങ്. ഒരു MLA-ക്ക് പാലം പണിയാൻ പറ്റുമോ? ഇല്ലല്ലോ. അത് പാലം പണിയാനുള്ള തീരുമാനം എടുത്ത് അതിന്റെ തുക മാറ്റി വെച്ച് ബജറ്റ് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പാലം പണിയില്ലേ? പ്രശ്നമൊന്നുമില്ല. അപ്പൊ എക്സിക്യൂട്ടീവ് എഞ്ചിനീയേഴ്സും കമ്പ്യൂട്ടർ എഞ്ചിനീയർമാരും മെഡിക്കൽ കോളേജിലെ പ്രൊഫസറും എല്ലാം ചെയ്യുന്നതായ പ്രവൃത്തികൾ, അതിൻ്റെ മുന്നിൽ നിന്ന് ഞാനൊരു ചിത്രം എടുത്തിട്ട് കണ്ടോ എൻ്റെ വികസനം എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. ദാറ്റ് ഈസ് എ സർവീസ് ഡെലിവറി വിച്ച് ഇസ് ഡൺ ദെയർ. യു ആർ എക്സ്പെക്റ്റഡ് ടു ഡു ദാറ്റ് അറ്റ്ലീസ്റ്റ് ഫോർ യുവർ സെൽഫ്, അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് നോർമൽ. അതിൻ്റെ പേരിൽ വളരെ സ്പെഷ്യൽ. ഇനി ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. വികസനത്തിൻ്റെ പേരിൽ മാത്രം വോട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ ബക്ര ടെങ്കൽ ഡാം പണിത ആളായിരിക്കില്ലേ ആ സംസ്ഥാനത്ത് ഇപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലല്ലോ, അടുത്ത ഇലക്ഷനിൽ തന്നെ മാറിപ്പോയല്ലോ. അത് മാറിയിട്ടുണ്ട്. ഇല്ലേ? മാറിയിട്ടുണ്ടായിരുന്നു. അല്ല, ഇടുക്കി ഡാം പണിത ആള് 1976 73-76 ഇടുക്കി ഡാം പണിതപ്പോൾ അത് ഇന്ത്യയിലെയും ഒരുപക്ഷെ തെക്കേ ഇന്ത്യയിലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആയിരുന്നു. ഇടുക്കി ഡാം വന്നതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന മിക്കവാറും ഇപ്പൊ കേരളയിൽ ഇപ്പോൾ ഓടിക്കാമെന്ന് പറയുന്നത് ഇടുക്കി ഡാം ഉള്ളത് കൊണ്ടാണ്. ദാറ്റ് ഇസ് എ ബാക്ക് സ്റ്റോപ്പ്. തെക്കേ ഇന്ത്യക്ക് മുഴുവനും, തെക്കേ ഇന്ത്യൻ സ്റ്റേറ്റ്സിന്റെ മുഴുവൻ പവർ സപ്ലൈ കപ്പാസിറ്റി അതിനുണ്ടായിരുന്നു 76. അത് പണിത് ആ സമയത്ത് ഗവൺമെന്റ് ആരാന്ന് എനിക്കറിയില്ല, അച്യുതമേനോൻ സാറാണോ അറിയില്ല, ഇന്ദിരാഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തത്. ആ ഗവൺമെന്റുകൾ പിന്നെ തോക്കാൻ പാടില്ലല്ലോ. അപ്പൊ വികസനം ചെയ്തത് കൊണ്ട് മാത്രം പോപ്പുലാരിറ്റി അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് കിട്ടില്ല. സോ ഇറ്റ് ഇസ് എഗെയിൻ അത് ഏറ്റവും കൂടുതൽ ആളുകളെ സ്പർശിക്കണം. ആ സ്പർശിക്കുകയും വേണം, അവരത് അംഗീകരിക്കുകയും വേണം. അത് ഇറ്റ്സ് എ വെരി കോംപ്ലക്സ് ഗെയിം. ഇതൊക്കെ ചെയ്താലും സ്വീകരിക്കണമെന്നില്ല. ഞാൻ മറ്റൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഇതിൽ നിന്നൊരു ഔട്ട് ഓഫ് അജണ്ട മറ്റൊരു ചോദ്യം. കഴിഞ്ഞ 10 വർഷമായി ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഞാൻ അത്യാവശ്യം സെക്രട്ടേറിയറ്റിലും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലും ഒക്കെ ഒരു ബന്ധങ്ങൾ, സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ, സീനിയേഴ്സും ജൂനിയേഴ്സായിട്ട് പലരുമുണ്ട്. ഒരു കേരള സർക്കാരിൻ്റെ ഒരു കഴിഞ്ഞ 10 വർഷത്തെ ഭരണകാലം, 10 വർഷം ഞാൻ പറയുകയാണ്, പ്രത്യേകിച്ച് ഈ ഒരു ഒരേ CM ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സെക്രട്ടേറിയറ്റ് മാനുവൽ, KSR, KER, പിന്നെ നമ്മൾക്കൊരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയർ, ഇതൊക്കെ ഉള്ളൊരു നാടാണ് ഇവിടെ. ഇതെല്ലാം പലപ്പോഴും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മാറ്റിവെച്ചുകൊണ്ടോ അല്ലെങ്കിൽ അത് അങ്ങനെ ഒന്ന് ഫോളോ ചെയ്യണ്ട എന്നുള്ള നിലയിലുള്ള ഒരുപാട് തീരുമാനങ്ങൾ പുറത്തു വരുന്നതായി നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യും. പലതും കോടതിയിലൊക്കെ പോവുകയാണ്, പലരെയും സ്ഥിരപ്പെടുത്തുന്നത് മറ്റേന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ കേസുകൾ പോകുന്നു, കുറേയധികം പോകും. ഇപ്പം പിന്നെ PM ശ്രീ തന്നെ ഒപ്പിട്ടത് ബിസിനസ് ഓഫ് റൂൾസ് അനുസരിച്ച്. നിങ്ങൾ പറയുന്ന മാനുവലുമായിട്ട് ബന്ധപ്പെട്ട സംഗതിയല്ല, ഇറ്റ്സ് എ ഡിഫറെന്റ് ഇഷ്യൂ. അതെ, അല്ല ഞാൻ ചോദിച്ചത് ഇങ്ങനത്തെ ഒരു പ്രൊസീജിയറലായിട്ടുള്ള കാര്യങ്ങൾ നോക്കാതെ ഓടുന്ന ഒരു ഗവൺമെന്റ് ആണെന്ന് ഞാൻ പറഞ്ഞാൽ, അല്ല ഞാൻ അതിനെ എഗ്രി ചെയ്യുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അല്ല എഗ്രി ചെയ്യുമെന്ന് ഞാൻ ഡിഫെൻഡ് ചെയ്യുമോ? ഞാൻ ഇത്രയും പറയാം. അത് ഈ ഇതെല്ലാം എന്ന് പറയുന്ന വളയങ്ങളാണ്. വളയത്തിനകത്തൂടെ ചാടണമെന്നാണ് നമ്മുടെ ഭരണഘടന നിഷ്കർഷിക്കുന്നത്. കാരണം ഇത് അൾട്ടിമേറ്റ്ലി ഗവൺമെന്റ് ഓടുന്നത് ഭരണഘടന, അതിനകത്ത് ഫ്രെയിം ചെയ്ത ബിസിനസ് റൂൾസ്, അതിന്റെ ഉപചട്ടങ്ങൾ, ഇതെല്ലാമാണ്. എല്ലാ ചട്ടവും പാലിച്ചുകൊണ്ട് അഡ്മിനിസ്ട്രേഷൻ ചിലപ്പോൾ നടക്കത്തില്ല. സത്യം പറഞ്ഞാൽ ഗവൺമെന്റിലുള്ള മൊത്തം ചട്ടങ്ങൾ ഗവൺമെന്റിൽ ഏതെങ്കിലും ഒരു ഓഫീസർക്ക് അറിയത്തുപോലുമില്ല, കൂടുതലുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു അത്യാവശ്യം പ്രധാനപ്പെട്ട ചട്ടങ്ങളെല്ലാം എടുത്താൽ തന്നെ ഒരു 3000 സെക്ഷൻസ് എങ്കിലും കാണും. ഫിനാൻസിലും പൊതുഭരണത്തിലും PNDRDയിലും എല്ലാം ഉള്ള ചട്ടങ്ങൾ. ഇപ്പം എനിക്ക് 28 കൊല്ലം സർവീസായി. ഇപ്പോഴാണ് ആ ചട്ടങ്ങളുടെ എല്ലാം ഒരു പുറംചട്ട തന്നെ ഞാൻ കണ്ടത്. അപ്പോൾ ആദ്യത്തെ 5 വർഷം വരുന്ന ഒരാളിന് ഇത് എവിടെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റിംഗ് വരുമ്പോഴും പേ ഫിക്സ് ചെയ്യുമ്പോഴും അല്ലാതെ ശരിക്കാണോ ഫിക്സ് ചെയ്തിരിക്കുന്നതെന്ന് ഒരു 10% ആളിനെ രൂപമുള്ളൂ. അതെങ്ങനെയാണ് ചെയ്യുക? പേ ഫിക്സേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ
അതിൻ്റെ അനോമലീസ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു 10% ആളിനെ എങ്ങനെ കറക്റ്റായിട്ട് പേ ഫിക്സ് ചെയ്യണം എന്നുള്ളത് ആ സ്റ്റേജും ഇൻക്രിമെൻറ്റും എല്ലാം ഫിക്സ് ചെയ്യുന്നത് കൃത്യമായ ബോധ്യമുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞത് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് യു 100% പാലിക്കാൻ സാധിച്ചില്ലെങ്കിലും പ്രധാനപ്പെട്ടതെല്ലാം പാലിക്കണം. അങ്ങനെ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുണ്ടോ? മിക്കവാറും കേസിലൊക്കെ പാലിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ പറഞ്ഞ ചില എക്സെപ്ഷൻസ് ആയിരിക്കും. അത് എക്സെപ്ഷൻസ് വരുമ്പോൾ കോടതിയൊക്കെ കയറി ഇടപെടും. ഇപ്പം ഞങ്ങൾ തന്നെ IAS അസോസിയേഷൻ കൊടുത്ത കേസിൽ കോടതി പറഞ്ഞിട്ടുണ്ട് ഇത്തരം നടപടികൾ അഖിലേന്ത്യാ സർവീസ് ആക്ടിൻ്റെ ഫ്രോഡാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യാൻ പാടില്ല, താക്കീത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഖിലേന്ത്യാ സർവീസ് ആക്ട് റൂൾസ് നമുക്ക് അറിയാത്തതാണോ? അതൊരു ട്രിബ്യൂണൽ പറഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണോ? പക്ഷേ നടത്തിപ്പിൽ വരുമ്പം അത് ശ്രദ്ധിക്കാണ്ട് അല്ലെങ്കിൽ മറികടന്ന് കയറി ചെയ്യുന്നു. ചിലപ്പോൾ ഇൻഡിവിജ്വൽ ഓഫീസേഴ്സിൻ്റെ വീക്ക്നെസ് ആയിരിക്കും. നമുക്ക് പൊളിറ്റീഷ്യനെ അതിൽ കുറ്റം പറയാനൊക്കത്തില്ല. ഇപ്പം അഖിലേന്ത്യാ സർവീസ് ആക്ട് റൂൾസും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 395 ആർട്ടിക്കിളും എല്ലാ ഷെഡ്യൂൾസും പഠിച്ചുകൊണ്ട് വന്നിട്ട് ഒരു ഇൻഡിവിജ്വൽ മിനിസ്റ്ററോട് നടക്കുന്ന കാര്യമല്ല. അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതനുസരിച്ചല്ലേ അവർക്ക് പെരുമാറാൻ പറ്റുള്ളൂ. ഭരണഘടനാ വിരുദ്ധമായിട്ടൊരു ഉത്തരവ് ഇറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെക്രട്ടറിക്കാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി. അയാളാണല്ലോ സെക്രട്ടറി ടു ഗവൺമെൻറ്. അങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷേ ആ ബോധപൂർവ്വം അങ്ങനെ ചെയ്യുന്നു എന്നാണ് നിങ്ങൾ അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല. സംഭവിക്കാറുണ്ട്, അങ്ങനെ വരുന്നു. അതായത് കഴിഞ്ഞ കാലത്ത് കോടതി ഇടപെടുന്നത് എവരി റിട്ട് പെറ്റീഷൻ എന്താണ് പറയുന്നത്? എക്സിക്യൂട്ടീവ് അതോറിറ്റിയിൽ നിന്ന് എനിക്ക് നീതി കിട്ടിയില്ല, അതല്ലേ 226 എന്ന് പറയുന്നത്. ഞങ്ങൾ തന്നെ പോകുന്നുണ്ട്, ഞങ്ങൾ തന്നെ ട്രിബ്യൂണലിൽ പോകുന്നത്. അല്ല, എന്റെ ചോദ്യത്തെ കുറെ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. നിങ്ങൾ തന്നെ IAS അസോസിയേഷൻ തന്നെ പോവുകയാണ്. ഇത് കോടതിയിൽ പോയി പലതും കൊണ്ടുവരേണ്ടി വരുന്നു. അപ്പൊ അതുപോലെ സാറിന്റെ പബ്ലിക് ലിറ്റിഗേഷൻ പോലെ ഒരു കേസ് കൊടുത്തല്ലോ, ദേവസ്വം ബോർഡുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് ഒരു കേസ് കൊടുത്തല്ലോ. അതൊക്കെ ഈ പറയുന്ന ഒരു പ്രൊസീജിയർ പഠിക്കാത്തത് കൊണ്ടോ, പ്രൊസീജിയർ മനസ്സിലാക്കാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ അത് മറിച്ചുകൊണ്ടുള്ള ഒരു അധികാരം പ്രയോഗിക്കുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ, നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ അഡ്മിനിസ്ട്രേഷൻ. ഈ പറഞ്ഞ കേസിനകത്ത് ഞാൻ നോക്കി, അതിന്റെ അപ്പോയിന്റ്മെന്റ് ഫയൽ ഞാൻ RTIയിൽ എടുത്ത് നോക്കിയപ്പോൾ അത് നോട്ട് ചെയ്ത കൺസേൺ സെക്ഷൻ ഓഫീസർ തൊട്ട് മുകളിലോട്ടുള്ളവർ ഈ പറയുന്ന നിയമിതനായിട്ടുള്ള ആളിന് അങ്ങനെ ഒരു അയോഗ്യത ഉണ്ടെന്നുള്ള വിവരം ആ ഫയലിൽ നോട്ട് ചെയ്തിട്ടില്ല. ഇനി അത് എനിക്കറിയില്ല. ഞാൻ തീരുമാനം എടുത്തുപോയ സ്ഥിതിക്ക് ഇനി ഞാനായിട്ടൊരു ഒന്ന് നോട്ട് ചെയ്തിട്ട് അലോസരം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചോന്നും എനിക്കറിയില്ല. അവിടെയാണ് ഞാൻ പറയുന്നിടത്ത് സാർ വീണ്ടും പോയിന്റിലെത്തുന്നത്. മന്ത്രിയായിരിക്കുന്ന ആൾ ഇപ്പോൾ സപ്പോസ് എക്സ് ഓർ വൈ, അല്ലെങ്കിൽ ഞാൻ മിനിസ്റ്റർ ആണെങ്കിൽ ഞാൻ താഴേക്ക് അങ്ങോട്ട് ഡിക്റ്റേറ്റ് ചെയ്യുകയാണ്, ഇത് ഇങ്ങോട്ട് ഓർഡറാക്കി വാങ്ങും. അപ്പൊ പിന്നെ താഴെ അതിൽ തെറ്റൊന്നുമില്ല. കാരണം ഒരു മിനിസ്റ്റർക്ക് എപ്പോഴും ഒരു നോട്ട് വഴി ഈ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള ഏത് പവറും കിട്ടിയിരിക്കുന്ന എക്സിക്യൂട്ടീവ് പവർ എന്ന് പറയുന്നത് മിനിസ്റ്റർക്ക് ഒരു നോട്ട് അടിച്ച് ഇൻസ്ട്രക്ട് ചെയ്യാം. പക്ഷെ അപ്പോൾ അതിന്റെ റിസ്ക് അദ്ദേഹത്തിനാണ്. അതാണ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് കൺസേൺ സെക്രട്ടറി നോക്കണം ഈ ഓർഡറിനകത്ത്. അത് പ്രൊസീജിയർ റൂൾസ് ഓഫ് ബിസിനസ്സിൽ പറയുന്നുണ്ട്. ഏതെങ്കിലും മിനിസ്റ്ററിന്റെ ഒരു മിനിറ്റ് ഏതെങ്കിലും ചട്ടത്തിനോ നിയമത്തിനോ എതിരാണെങ്കിൽ സെക്രട്ടറി നിർബന്ധമായിട്ടും അത് മിനിസ്റ്ററുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും മിനിസ്റ്റർ വഴങ്ങുന്നില്ലെന്നുണ്ടെങ്കിൽ ചീഫ് സെക്രട്ടറി വഴി അത് ചീഫ് മിനിസ്റ്റർക്ക് സർക്കുലേറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതാണ് റിമാർക്സോട് കൂടിയിട്ട്. കാരണം കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഈ ഉത്തരവ് നാളെ പരസ്യമായിട്ടുള്ള വലിയൊരു വിഷയത്തിലേക്ക് മാറുകയും കേസും വ്യവഹാരം എല്ലായിട്ട് മാറിക്കഴിയുമ്പോൾ മന്ത്രിസഭ മുഴുവൻ ഇൻവോൾവ് ആവില്ലേ? അതാണ് അതിന്റെ ചട്ടം. അങ്ങനെ ചൂണ്ടിക്കാണിക്കാത്തവരുടെ സിവിൽ സർവീസുകാരുടെ എണ്ണം കൂടുകയാണോ കുറയാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ശ്രദ്ധയപ്പെട്ട ഞാൻ ചൂണ്ടിക്കാണിക്കാറുണ്ട് അലോസരം ഉണ്ടായാലും. അപ്പൊ അലോസരം ഉണ്ടായാലും അല്ലെങ്കിൽ അലോസരം വേണ്ട എന്ന് പറഞ്ഞ് പല അങ്ങനെ ഉണ്ടോ? ആ ഒരു കാര്യം ഞാൻ ചോദിക്കുന്നത് നമ്മൾ വ്യക്തികളെയല്ലേ ചോദിക്കുന്നത്. ഒരു സിസ്റ്റം ഇങ്ങനെ ഡിക്ലൈൻ ചെയ്ത് പോകും. ഒരു സിസ്റ്റമാണല്ലോ, നമുക്കൊരു സിസ്റ്റം വേണമല്ലോ. അല്ല, പൊതുവിൽ ചട്ടങ്ങൾ നിയമങ്ങളെ കുറിച്ചുള്ള ബോധ്യം, അതിനെക്കുറിച്ചുള്ള ബോധറേഷൻ. ഇപ്പം ഞാനിപ്പോൾ 28 വർഷമായപ്പോൾ 3rd ഡെക്കേഡിൽ ഞാൻ കാണുന്നത് അതിനകത്തുള്ളൊരു താല്പര്യം കുറയുന്നു എന്നുള്ളതാണ്. അതായത് മുമ്പ് ഇതിൻ്റെ ഒരു വ്യുൽപ്പത്തിക്ക് ഒരു വിലയുണ്ടായിരുന്നു. സംബടി ഇപ്പം ഞങ്ങളൊക്കെ വരുമ്പോൾ ഫൈനാൻസിൽ ഏത് സംശയവും രമാകാന്തനോട് ചോദിച്ചാൽ മതി, രമാകാന്തനെല്ലാം അറിയാം. അപ്പോൾ അവർക്കൊരു എസ്റ്റീം വാല്യൂ ഉണ്ടായിരുന്നു. പിന്നെ ഒരു മാനേജീരിയൽ ക്വാളിറ്റിക്കായി ഗവൺമെൻറ്റിൽ താല്പര്യം. എങ്ങനെയെങ്കിലും എല്ലാം നടത്താൻ അയാൾക്ക് പറ്റും. കിഷോർ കുമാർ, ഞാൻ വെറുതെ ഒരു പേര് കിഷോർ കുമാറിനെ ഏൽപ്പിച്ച എങ്ങനെയെങ്കിലും. അപ്പൊ എങ്ങനെയെങ്കിലും ചെയ്യുമ്പോൾ അവിടെ ഗവൺമെന്റിൽ മാത്രമല്ല എല്ലാ സ്ഥാപനത്തിലും അത് പ്രശ്നങ്ങൾ തന്നെയാണ്. മെനക്കെട്ടത് പഠിക്കണ്ടേ? മെനക്കെട്ട് പഠിക്കാൻ ഇൻസെൻറ്റീവ് ഇല്ലല്ലോ. ഇപ്പം ഞാൻ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് വന്നപ്പോൾ 15 കൊല്ലം സർവീസ് കഴിഞ്ഞിട്ടാണ് വന്നത്. ഞാനിവിടെ വന്ന ഉടനെ തന്നെ അവിടെ അന്വേഷിച്ചു. നമ്മളുടെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് പ്രവർത്തിക്കുന്ന എനിക്കറിയാമായിരുന്നു റൂൾസ് ഓഫ് ബിസിനസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്നുള്ള അറിയാമായിരുന്നു. ആദ്യത്തെ 2 ആഴ്ച കൊണ്ട് ഞാൻ ഗവൺമെൻറ് പ്രസ്സിൽ പോയിട്ട് അന്ന് അവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്ന എല്ലാ മാനുവലിൻ്റെയും കോപ്പി വാങ്ങി. എന്ന് വെച്ചാൽ കാര്യമായൊരു വിലയ്ക്ക്, അന്നത്തെ വിലയ്ക്ക് എനിക്ക് തോന്നുന്ന ഒരു 10,000 രൂപയെങ്കിലും അന്ന് തന്നെ കൊടുത്തതാണ്. ഈ മാനുവലെല്ലാം മേടിച്ചുകൊണ്ട് വെച്ച് എൻ്റെ പേഴ്സണൽ കോപ്പി ഇതെല്ലാം വെച്ചിട്ട് ഞാൻ ആദ്യത്തെ വർഷം എനിക്ക് ചെറിയ ഡിപ്പാർട്ട്മെൻറ്റ്സാണ് തന്നിരുന്നത്. അതുകൊണ്ട് ആദ്യത്തെ 1.5 വർഷം കൊണ്ട് ഞാനിത് ക്ലോസ് വാളായിട്ട് കുത്തിയിരുന്ന് പഠിച്ചു. ഇപ്പോഴും പ്രയോജനമാണ്.
കാരണം ഒരു പർട്ടിക്കുലർ ഓർഡർ ഫിനാൻസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അത് KTCയിലുള്ളതാണോ KFCയിലുള്ളതാണോ ബജറ്റ് കോഡിലുള്ളതാണോ എന്താണ് ആ കോഡ് പറയുന്നത് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ഏകദേശം ഒരു ഫോഗി ഐഡിയ ഉണ്ട്. അല്ല, നമ്മളിപ്പോ പഠിച്ചിട്ടും കാര്യമൊന്നുമില്ല. മോളിൽ നിന്ന് തീരുമാനം തരികയാണെങ്കിൽ നമ്മൾ അങ്ങനെയല്ല. പഠിക്കണമെന്നുണ്ടോ? ഇത് ഈ റോങ് ആയിട്ടുള്ള ഒരു മിനിറ്റ്സ് താഴെ വന്ന് ക്യാബിനറ്റ് എടുക്കുന്ന ഒരു ഡിസിഷനകത്ത് ഡിസ്ക്രിപ്പൻസി ഉണ്ടെങ്കിൽ പോലും സെക്രട്ടറി അത് തിരിച്ചയക്കണം എന്നാണ് ചട്ടം. അങ്ങനെ നടക്കുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അയച്ച കേസുകൾ എനിക്കറിയാം. അയച്ച കേസുകൾ അറിയാം. അയച്ച അല്ല, അങ്ങനെ അയച്ചാൽ അയാൾക്ക് ഇരിക്കാൻ കഴിയുമോ സിസ്റ്റത്തിൽ? അല്ല, പർട്ടിക്കുലർ കേസിൽ ഞാൻ നിയമസഭ പാസ്സാക്കി കൊണ്ടുവന്ന നിയമം പോലും കേരളത്തിൽ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടല്ലോ. അതിന്റെ പേരിൽ അല്ല, അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിന്റെ അഡ്മിഷനിൽ നിയമസഭ ഒരു ബില്ല് പാസ്സാക്കി. അന്നത്തെ പിന്നെ അത് സുപ്രീം കോടതിയുടെ ഒരു വിധിക്കെതിരായിട്ടായിരുന്നു. നിയമസഭ സർക്കാരിൽ നിന്ന് പോയ ബില്ല് മാറ്റങ്ങളും കൂടെ വരുത്തിയിട്ട് നിയമസഭ സുപ്രീം കോടതി വിധിക്കെതിരെ ബിൽ പാസ്സാക്കി. അങ്ങനെ നിയമസഭ ബില്ല് പാസ്സാക്കിയാൽ അഡ്മിഷൻ റെഗുലറൈസ് ചെയ്യാമെന്നായിരുന്നു പ്രതീക്ഷ. അന്നത്തെ ഹെൽത്തിൻ്റെ സെക്രട്ടറി രാജീവ് സദാനന്ദൻ വിശദമായൊരു കുറിപ്പ് എഴുതി. കാരണം ഈ ബില്ല് നിയമാനുസൃതമാണെന്ന് അത് നോട്ടിഫൈ ചെയ്യുന്നതിന് മുമ്പ് സെക്രട്ടറി സർട്ടിഫൈ ചെയ്യണം. റൂൾ 52 or 56 അതിൽ സർട്ടിഫൈ അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കണ്ടുകൊണ്ട് അന്നത്തെ ഗവർണർ സദാശിവൻ സാറും അത് ഡിക്ലൈൻ ചെയ്തു. അത് ബില്ല് അംഗീകാരം കൊടുത്തില്ല ആർട്ടിക്കിൾ 200. അത് അത്യാവശ്യം അപ്രിയം സെക്രട്ടറിയുടെ അടുത്തുണ്ടായി കാണും. കാരണം വലിയ ഇൻട്രസ്റ്റുകൾ ഇൻവോൾവ് ആണ്. ഈ ബില്ല് പാസ്സായാൽ ഒരുപാട് കാര്യങ്ങൾ റെഗുലറൈസ് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും സിസ്റ്റം ഒന്നും സംഭവിച്ചില്ല. അല്ല, ഞാൻ അങ്ങനെ വരുമ്പോഴുള്ള അപ്രിയമുള്ളവരുടെ എണ്ണം കൂടുകയാണോ പ്രിയമുള്ളവരുടെ എണ്ണം? കാരണം ഇതൊരു ഞാൻ വീണ്ടും ചോദിക്കുന്നത്, എൻ്റെ കൺസേൺ എന്ന് പറയാം, ആസ് എ സിറ്റിസൺ എൻ്റെ കൺസേൺ എന്ന് പറയുന്നത് സിസ്റ്റം കുറച്ചുകൂടി പെർഫെക്റ്റായി പോകുന്നതിന് പകരം വിനീത വിധേയന്മാരുടെ എണ്ണം കൂടി വരികയും സിസ്റ്റം കൊളാപ്സ് ചെയ്യുകയും ചെയ്യുമ്പോൾ പിന്നെ ഇതൊരു ഈദി അമീനും നമ്മുടെ 4 പേരും മതി, വേറെ സിസ്റ്റം വേണ്ട. വിനീത വിധേയന്മാരെന്ന് ഗവൺമെന്റിനുള്ളിൽ നമുക്ക് ഒരു റവല്യൂഷണറി ആയിട്ടൊന്നും പ്രവർത്തിക്കാനൊക്കത്തില്ല. നമുക്ക് ഉപദേശിക്കാനേ പറ്റുള്ളൂ. നോക്കൂ, ഇത് സുപ്രീം കോടതി ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഇന്ന ജഡ്ജ്മെന്റിന്റെ പ്രൊവിഷൻസിന് എതിരാണ്. ഇത് ഞാൻ ഈ ഫയലിൽ നോട്ട് ചെയ്യുകയാണ്. നോട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ അത് കണ്ടതായി രേഖപ്പെടുത്താനേ ആർക്കും പറ്റുള്ളൂ. അത് ഗവർണർക്ക് ഉചിത ഡിസിഷൻ എടുക്കാം. ഈ ഡിസിഷൻ ഇന്നതായിരിക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ വാശി പിടിക്കേണ്ട ആവശ്യമില്ല. യു ആർ എ പ്രൊഫഷണൽ, യു ഹാവ് ലെഫ്റ്റ് യുവർ അഡ്വൈസ്. നിങ്ങൾ രോഗി ഡയബറ്റീസുമായിട്ട് വന്നു, നിങ്ങൾ മരുന്ന് കൊടുത്തു, ഇന്ന കാര്യങ്ങൾ കഴിക്കരുതെന്ന് പറഞ്ഞു. രോഗി മരുന്ന് വലിച്ചെറിഞ്ഞിട്ട് അങ്ങോട്ട് പോയി ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ച് മദ്യപിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നു. നിങ്ങൾക്ക് അയാളുടെ ചുമതല എടുക്കാൻ പറ്റത്തില്ല. ഒന്നും ചെയ്യാനൊക്കത്തില്ല. വി ക്യാൻ ഓൺലി പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ.